പെമ്പിള്ളേരെ വിശ്വസിക്കാനുള്ള ചേട്ടാ അയ്യോ പോലെ അയ്യോ അയ്യോ തലവേദനയാ. കേട്ടില്ലേ ഇവര് കോസ്മെറ്റിക്സിന് വില കുറയ്ക്കുന്നെങ്കിൽ അങ്ങനെ പിടിച്ചോണേ, ഞാൻ പപ്പ അടിക്കും. കേരളത്തിൽ എന്ത് മാറ്റം കൊണ്ടുവരും? എനിക്ക് വിശക്കുന്നു. നല്ല എരി. എവിടെ അസുഖം എനിക്ക് മനസ്സിലായി. ആർത്തി മൂത്ത് പ്രാന്തായതാണ്. നീ കേരളത്തിന് മുഖ്യമന്ത്രി ആയാൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും? ഞാൻ കേരളത്തിന് മുഖ്യമന്ത്രിയായ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോപ്പർ ആക്കണം. നമ്മുടെ ഇനി നീ കേരളത്തിലെ മുഖ്യമന്ത്രിയായി നീ എന്തായിരിക്കും ചെയ്യാൻ പോണേ? ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യമേ നമുക്ക് കർഷകർക്കാണെങ്കിൽ അവരുടെ ഓരോ സാധനങ്ങൾക്കുള്ള വിലക്കയറ്റം നമ്മളുടെ അഭിപ്രായം ഇങ്ങനെയൊക്കെയാണെങ്കിൽ അപ്പൊ ജനങ്ങൾക്ക് ഓരോ ആഗ്രഹങ്ങൾ കാണത്തില്ല. കാണും. അപ്പൊ നമ്മുടെ ഇന്നത്തെ ചോദ്യം, നിങ്ങൾ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ കേരളത്തിൽ ആദ്യം കൊണ്ടുവരുന്ന മാറ്റം എന്തായിരിക്കും? ചോദിക്കാം. സമാൺ ഇപ്പൊ ചേട്ടൻ നാളെ ഒരു മുഖ്യമന്ത്രി ആയാൽ ചേട്ടൻ കേരളത്തിൽ എന്ത് മാറ്റം കൊണ്ടുവരും? കേരളത്തിലും മറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ അഴിമതിയില്ലാത്തൊരു കേരളമാക്കി മാറ്റാനുള്ള വലിയൊരു കാര്യം ചെയ്യും. അഴിമതി ഒട്ടും കാണത്തില്ല. അഴിമതി ഒട്ടും കാണുന്നില്ല. എന്താ പറയാ, കൈയിട്ട് പറഞ്ഞ ആൾക്കാരെ പിടിച്ചകത്തിട അങ്ങനത്തെ ഉള്ളൂ. അഴിമതി ഏത് റോഡ് നന്നായി കിടക്കുന്നുണ്ടോ അതെല്ലാം കുത്തിപ്പൊളിച്ചിടുക എന്നുള്ളതാണ് മെയിൻ ഇപ്പോഴത്തെ. അതൊന്ന് നന്നാക്കുക. അതിനുള്ള രാഷ്ട്രീയ സംവിധാനങ്ങൾ തന്നെ മാറ്റണം. അതിൽ പൊളിച്ചേക്ക് ആവശ്യമുണ്ട്. റോഡ് നല്ലോണം ശരിയാക്കണം. അതുള്ളൂ. നമ്മുടെ നടുവും മുതുവൊക്കെ പോണേണ്. ഇപ്പൊ ദാരിദ്ര്യം കഴിയുന്ന ആൾക്കാർക്ക് ഏത് രീതിയിലെല്ലാം അവരെ ഉയർത്തിക്കൊണ്ടുവന്നോക്കും. വിദ്യാഭ്യാസത്തിൽ ഏറ്റവും അടിയിൽ കിടക്കുന്നതിന് നല്ല വിദ്യാഭ്യാസത്തിൽ ഉയർത്തിക്കൊണ്ടുവരാനുള്ള സമ്പ്രദായം ചെയ്യും. നാളെ നിങ്ങൾ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ കേരളത്തിൽ എന്ത് മാറ്റമാണ് ആദ്യം കൊണ്ടുവരാൻ പോകും? എഡ്യൂക്കേഷൻ വൈസ് പിള്ളേർക്ക് ഒരുപാട് പ്രഷേഴ്സ് വരുന്നുണ്ട്. സോ ഐ തിങ്ക് ആ ഒരു സിസ്റ്റത്തിൽ കുറച്ച് ഡിഫറൻസ് കൊണ്ടുപോകണമെന്ന് എനിക്കൊരു ഇതുണ്ട്, സ്ട്രോങ് ബിലീവ് ഉണ്ട്. ഇപ്പോഴത്തെ ഒരു തലമുറ എന്ന് വെച്ചാൽ മെൻ്റലി ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്നവരാണ്. അപ്പോൾ അതിൽ നിന്നൊരു എല്ലാத்தைയും വർക്ക് ലോഡ് ഇച്ചിരൊക്കെ കുറച്ച് എല്ലാം നല്ല കാമായിട്ടുള്ള രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനൊരു ജനങ്ങൾ മാറണം. അത് അപ്പം മറ്റുള്ളവരും നന്നാവും. അല്ലാത്തടത്തോളം കാലം രക്ഷയില്ല. ഇവിടെ തൊഴിലില്ലാതെ ഒരുപാട് ജനങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്. അവർക്ക് നല്ല രീതിയിലുള്ള തൊഴിൽ നൽകുന്ന രീതിയിലുള്ള സംവിധാനം നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കും. ചേച്ചിയാണ് നാളത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി. ചേച്ചി എന്ത് മാറ്റം കൊണ്ടുവരും? ആദ്യം പ്ലേസ്മെന്റ് ഭയങ്കര ശോകം. അതാണ് നമ്മൾ ആദ്യം കറക്റ്റ് ആക്കേണ്ടത്. കുറെ ഫണ്ട് വെറുതെ ഇന്ന പദ്ധതി എന്ന് പറഞ്ഞിട്ട് ആക്കിയിട്ട് കാര്യമില്ല. അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അതിലാണ് കാര്യം. LDF മാറ്റിയാൽ മതി. അപ്പോഴേക്കും എല്ലാ പ്രശ്നം കഴിയും. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഞങ്ങളും അതെ, പുതിയ തലമുറ, ചിന്തിക്കുന്ന തലമുറ. നീ എന്ത് ഉദ്ദേശിക്കുന്നേ? ജനങ്ങൾ അസ്വസ്ഥരാണ്. ഓരോരുത്തരും മുഖ്യമന്ത്രിയായാൽ അവർക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും ഈ ജനങ്ങൾ പറഞ്ഞ വിഷയങ്ങളെല്ലാം വരുന്ന മുഖ്യമന്ത്രികൾ ചെയ്യും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇന്നത്തെ വൈറ്റ് ടോക്ക് ഇവിടെ പൂർണ്ണമാവുകയാണ്. സൈനിങ് ഓഫ് CSN. സരിക സജി. ബൈ ബൈ.